നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ നവഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ വർഷത്തിൽ യോഗമുള്ളത് ഭരണി നക്ഷത്രക്കാർക്കാണ്. പ്രത്യേകിച്ചും ജൂലൈ മാസം വളരെ നല്ല അഭിവൃദ്ധി ഉയർച്ചയുണ്ടാകാനും സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനും ഭരണി നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. കാരണം രക്ഷാസ്ഥാനത്തെ ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നു. ആ വ്യാഴത്തോട് യോഗം ചെയ്തിട്ടാണ് ചന്ദ്രൻ ലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത്. ഇഷ്ടസ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത്. 15-ാം തീയതി വരെ 3-ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ്. അതിനുശേഷം 4-ാം ഭാവത്തിലേക്ക് വരും. ബുധശുക്ര യോഗം 4-ാം ഭാവത്തിലുണ്ട്. അപ്പോൾ ബുധൻ്റെ ഒരു മാറ്റം 19-ാം തീയതി ബുധന് മാറ്റം വരുന്നുണ്ട്, ചിങ്ങത്തിലേക്ക് മാറും. അതുവരെ കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത്. സർവാഭിഷ്ട സ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതി ഉള്ളത് കാരണം കൊണ്ട് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. എന്നാൽ അനാവശ്യമായിട്ട് കുറച്ച് ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 12-ാം ഭാവത്തിൽ അലസപ്രേഷൻ നിര്യാണകാരകനായിരിക്കുന്ന ശനി നിൽക്കുന്നത് കൊണ്ട്. മാത്രമല്ല 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും മറ്റുള്ളവർക്ക് അത് ഉപദേശം പോലെയും അതുപോലെ തന്നെ നേതൃത്വപരമായിട്ടുള്ള സംസാരം പോലെയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് സംസാരിക്കുന്ന സമയത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഭവന സംബന്ധമായ സുഖം അനുഭവിക്കാനായിട്ടും ദാമ്പത്യ സുഖം അനുഭവിക്കാനും യോഗമുണ്ട്. 4-ാം ഭാവത്തിലാണ് 7-ാം ഭാവാധിപതി നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം വീടിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രണമൊക്കെ ഏറ്റെടുത്ത് വേണ്ട രീതിയിൽ നോക്കിക്കണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന സമയമാണ്. ഭൂമി വാങ്ങാനും വീട് വയ്ക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ്. വീട്ടിലേക്ക് വേണ്ട ഗ്രഹോപകരണങ്ങളൊക്കെ സ്വന്തമാക്കാനും വീട് മോടി പിടിപ്പിക്കാനും പറ്റുന്ന സമയമാണ്. വീടുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുണ്ടെങ്കിലും കുറച്ച് സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ കുറച്ച് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ലഗ്നത്തിൻ്റെ ശത്രുസ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നുണ്ട്. അപ്പോൾ കേതു 6-ൽ നിൽക്കുന്നത് കാരണം കൊണ്ടും 6-ാം ഭാവാധിപതി 4-ലും 5-ലും നിൽക്കുന്ന കാരണം ഭൂമിയുമായും വീടുമായിട്ടും ബന്ധപ്പെട്ട വിഷയത്തിലും സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിലും സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ വേണ്ട രീതിയിലുള്ള സഹകരണക്കുറവ് കാരണം കൊണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നേതൃത്വപരമായ നല്ല തൊഴിൽ തന്നെ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. കുടുംബസുഖം അനുഭവിക്കാനും മാതാപിതാക്കളുടേതായിരിക്കുന്ന ഇഷ്ടഭാവസ്ഥിതി ഉണ്ടാകാനും യോഗമുണ്ട്. എന്നാൽ സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ എന്നിവരുടെ പെരുമാറ്റം ചിലപ്പോൾ അപ്രിയമായിട്ട് തോന്നാനും പ്രതീക്ഷിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന സമയത്ത് വേണ്ട രീതിയിൽ കൈവശം ഇവരിൽ നിന്നും കിട്ടാതെ ഇരിക്കാനും സാധ്യതയുള്ള ഒരു സമയമായതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെയാണ് അനാവശ്യമായിട്ടുള്ള ചിലവ്, പ്രതീക്ഷിക്കാതെ ചിലവ് വർദ്ധിച്ചു കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. 12-ാം ഭാവത്തിലാണ് അമൃതദോഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത്. അപ്പോൾ ശത്രുദോഷത്തിൻ്റെ ദുരിതവും അനാവശ്യമായിട്ടുള്ള ചിലവ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ള യോഗമുണ്ട്. അപ്പോൾ ഭാഗ്യാധിപതിയോട് ചേർന്ന് ലഗ്നാധിപതി നിൽക്കുന്നത് കാരണം അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ ഭക്ഷണം വളരെ ശ്രദ്ധിക്കണം. അഭക്ഷ്യമായ വസ്തുക്കൾ ഒരു പക്ഷേ ഉള്ളിൽ ചെല്ലാനായിട്ട് യോഗമുള്ള സമയമാണ്. സംസാരം ശ്രദ്ധിക്കണം. നേതൃത്വപരമായിട്ട് മറ്റുള്ളവർക്ക് തോന്നാൻ ഇടവരാൻ സാധ്യതയുണ്ട്. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനും ഉയർച്ച ഉണ്ടാകാനും തൊഴിലിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളർച്ച ഉണ്ടാകാനും യോഗമാണ്. ദശാസംബന്ധമായിട്ട് നല്ല സമയം കൂടിയാണെങ്കിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും ഈ വർഷത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനും കഴിയുന്ന ഒരു വർഷമാണ്. എന്തായാലും ശത്രുദോഷ പരിഹാരം ചെയ്യൂ, നാഗദോഷ പരിഹാരം ചെയ്യൂ. ഈ വർഷം വളരെ ഗുണം അനുഭവിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.